എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെജി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ DDL സ്റ്റേറ്റ്മെന്റ്സ് ആയ ആൾട്ടർ ടേബിൾ, ഡ്രോപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്നീ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിയേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ പ്രൈമറി കീകളും ഫോറിൻ കീകളും എങ്ങനെ ക്രിയേറ്റ് ടേബിളിനോടൊപ്പം ഉപയോഗിക്കാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ വളരെ അത്യാവശ്യമായി നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെന്റ്. ക്രിയേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിനെയോ അഥവാ റിലേഷനെയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു DDL സ്റ്റേറ്റ്മെന്റ് ആണ് ആൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ആദ്യത്തെ രണ്ട് രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടേബിൾ അഥവാ റിലേഷനിലേക്ക് പുതിയ ആട്രിബ്യൂട്ടുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ കോളങ്ങൾ റിമൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതിലെ ഒരു കോളം എങ്ങനെ ആൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നിലവിലുള്ള ഒരു ടേബിളിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യമായി നോക്കാം. അതിന്റെ ജനറൽ സിന്റാക്സ് ഈ രീതിയിലാണ്: ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ദെൻ ആഡ് കോളൻ നെയിം, അതിനോടൊപ്പം തന്നെ നമുക്ക് ഡേറ്റ ടൈപ്പും സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് സാധിക്കും. എന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. ആൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് ആഡ് ഇമെയിൽ വേരിയബിൾ ക്യാരക്ടർ 50. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലേക്ക് ഒരു പുതിയ ആട്രിബ്യൂട്ടിനെ അഥവാ കോളത്തെ ആഡ് ചെയ്യുന്നു. ഇമെയിൽ എന്നായിരിക്കും അതിന്റെ പേര്. അതേപോലെ തന്നെ അതിന്റെ ഡേറ്റ ടൈപ്പ് വേരിയബിൾ ക്യാരക്ടറും ലെങ്ത് 50 ആയിരിക്കും. ഇതിന് സമാനമായിട്ടാണ് നമുക്ക് ആൾട്ടർ ടേബിളിന്റെ കൂടെ ഡ്രോപ്പ് കോളം സ്റ്റേറ്റ്മെന്റ് കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് നിലവിലുള്ള ഒരു റിലേഷൻ അഥവാ ടേബിളിൽ നിന്ന് ഡേറ്റകൾ അഥവാ കോളങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ ആൾട്ടർ ടേബിളിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിന്റെയും സിന്റാക്സ് നോക്കുക. ആൾട്ടർ ടേബിൾ, ഒരു ടേബിൾ നെയിം നമുക്ക് പറയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഡ്രോപ്പ് കോളം, കോളൻ നെയിം. അപ്പൊ ഏത് കോളമാണോ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു കോളത്തിന്റെ പേരായിരിക്കും നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിരിക്കുന്നു, നോക്കുക. ആൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് ഡ്രോപ്പ് കോളം ഇമെയിൽ. അപ്പൊ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത അതേ ഇമെയിൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നിലവിലുള്ള ഒരു കോളത്തെ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൾട്ടർ ടേബിൾ മോഡിഫൈ എന്ന് പറയുന്ന ആ ഒരു DDL സ്റ്റേറ്റ്മെന്റിനോടൊപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോ നമുക്ക് ഇവിടെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ഒരു സിന്റാക്സ്, അത് MySQL അതേപോലെ തന്നെ ഒറാക്കിളിന്റെ പഴയ വേർഷനിലൊക്കെ 10Gക്ക് മുന്നേയുള്ള വേർഷനിലൊക്കെ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ദെൻ നമ്മൾ പറയുന്നത് മോഡിഫൈ കോളം, പിന്നെ ഒരു കോളൻ നെയിം, അതിന്റെ ഡേറ്റ ടൈപ്പ്, പുതിയതായിട്ട് കിട്ടേണ്ട നമ്മളുടെ ഡേറ്റ ടൈപ്പ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. ഒറാക്കിളിന്റെ തന്നെ 10Gക്ക് ശേഷം ഇറങ്ങിയ വേർഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതി ആൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, പിന്നെ മോഡിഫൈ, അവിടെ കോളം കീവേഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പഴയ പോലെ കോളൻ നെയിം നമുക്ക് പറയാം. അതിനോടൊപ്പം തന്നെ ഡേറ്റ ടൈപ്പും സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് മോഡിഫൈ കോഴ്സ് വേരിയബിൾ ക്യാരക്ടർ 20. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലെ കോഴ്സ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് അഥവാ കോളത്തിന്റെ വിഡ്ത് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു DDL സ്റ്റേറ്റ്മെന്റ് ആണ് ഡ്രോപ്പ് ടേബിൾ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്.
സാധാരണ ഇതൊരു റിലേഷനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അതിന്റെ ഒരു ജനറൽ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ടേബിൾ, ടേബിൾ നെയിം. നിങ്ങൾക്ക് പിന്നെ ഓപ്ഷണൽ ആയിട്ടൊരു 2 കാര്യങ്ങൾ അതിന്റെ കൂടെ സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും, 2 കീവേഡുകൾ ഉപയോഗിച്ച്. ഒന്നാമത്തത് കാസ്കേഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനും, രണ്ടാമത്തത് റെസ്ട്രിക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു കീവേഡും കൂടി നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. സാധാരണ ഒരു ടേബിൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിന് മറ്റുള്ള ടേബിളുമായിട്ട് പല രീതിയിൽ ബന്ധങ്ങളുള്ള ഒരു ടേബിൾ കാണാം. അപ്പൊ അത്തരം അവസരങ്ങളിലാണ് നമ്മൾ ഈ കാസ്കേഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള കീവേഡുകൾ ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങളുള്ളത്. ഇത് 2 രീതിയിലാണ് സാധാരണ ഒരു ടേബിളിന് മറ്റൊരു ടേബിളുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടേബിളിൽ നിന്ന് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെക്ക് കൺസ്ട്രെയിന്റോ അല്ലെങ്കിൽ ഒരു റഫറൻസ് കൺസ്ട്രെയിൻസോ ഉപയോഗിച്ചിട്ട് ഒരു പ്രൈമറി കീ ഫോറിൻ കീ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടേബിളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇത്തരം അവസ്ഥകളിൽ നമ്മൾ ഈ രീതിയിലുള്ള കീവേഡുകൾക്ക്, അതായത് കാസ്കേഡിനും റെസ്ട്രിക്റ്റിനും ചില പ്രത്യേക തരത്തിലുള്ള പ്രയോജനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ അതില് റെസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ടേബിളിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ആ ടേബിള് സാധാരണ ഡിലീറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. എന്നാൽ അതിന് പകരം നമുക്ക് കാസ്കേഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടെ ഈ ഡ്രോപ്പ് ടേബിളിനോടൊപ്പം ആഡ് ചെയ്യാം. അപ്പൊ അതിനർത്ഥം ഇവിടെ ഡിപ്പെൻഡൻസീസ് ഉണ്ടെങ്കിലും ആ ഡിപ്പെൻഡൻസീസ് ആദ്യം റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും ഡ്രോപ്പ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ആ ഡ്രോപ്പ് ടേബിൾ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡന്റ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസ്കേഡ് എന്നോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് എന്ന് പറയുന്ന കീവേഡോ ആഡ് ചെയ്ത് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത്രയും സമയം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ ചാനലിന്റെ ലിങ്ക് എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.